ഏക പരിശുദ്ധനായ നമ്മുടെ വേദപുസ്തകത്തിൽ തന്നെ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്ന ക്രിസ്തുയേശുവിലൂടെ നമ്മെ സ്നേഹിച്ച ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ഏകജാതനായ മരിച്ചവരിൽ നിന്ന് ആദ്യജാതനുമായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനങ്ങളും ഏവർക്കും ആദരവോടെ അറിയിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ നമുക്കിന്നും ആയിരിക്കാൻ ദൈവം അവസരങ്ങളെ നൽകുന്നതിനായിട്ട് സ്തോത്രം. ഈ ഒരു മാസവും കൂടെ നമ്മെ വിട്ടുപോകുന്നു. ഇനിയും ഏതാനും മണിക്കൂറുകൾ മാത്രമാണല്ലോ നമുക്ക് ഈ മാസത്തിലുള്ളത്. ദൈവമായ കർത്താവ് നമ്മെ ഇതുവരെ പരിപാലിച്ചതുകൊണ്ട് സ്തോത്രം. കർത്താവിൻ്റെ വരവിന് താമസമായാൽ അടുത്ത പുതിയ മാസത്തിലും ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ പ്രാർത്ഥനയോടെ തിരുവെഴുത്തുകളിലേക്ക് തിരിയുകയാണല്ലോ. കർത്താവിൻ്റെ തിരുനാമത്തിന് സ്തോത്രവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് നമ്മൾ പഠിച്ചു വരുന്ന എബ്രായ ലേഖനം 3-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ വീണ്ടും കൊണ്ടുപോകാം. സ്തോത്രം. എബ്രായർ 3:1. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. സ്തോത്രം. എബ്രായ ലേഖനം 3-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യമാണ് നാം വായിച്ചത്. ഞാൻ അല്പം നിന്നത് നമ്മുടെ പല സഹോദരങ്ങളും സൂമിൽ കയറാൻ നോക്കിയിട്ട് കയറാൻ പറ്റുന്നില്ലെന്നും പറഞ്ഞ് വിളിക്കുകയും മെസ്സേജ് ഇടുകയൊക്കെ ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ സെയിം ലിങ്കാണെന്ന് ഒന്ന് മെസ്സേജ് ഇട്ടതാണ്. സ്തോത്രം. എബ്രായ ലേഖനം 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇന്നലെ കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 3-4 അധ്യായങ്ങളിലായി യേശുക്രിസ്തു മോശയെയും യോശുവയെയും കാൾ വലിയവൻ. മോശയെയും യോശുവയെയും കാൾ വലിയവൻ. അതിൽ നമ്മൾ ഇന്നലെ കണ്ട ഒരു കാര്യമാണ് ഇന്ന് ആവർത്തിക്കുന്നത്. മോശ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചെങ്കിലും വാഗ്ദത്ത നാട്ടിൽ എത്തിക്കുവാൻ കഴിഞ്ഞില്ല. യോശുവ അവരെ വാഗ്ദത്ത നാട്ടിൽ എത്തിച്ചെങ്കിലും വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വസ്ഥത നൽകാനും സാധിച്ചില്ല. ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ 2 നേതാക്കന്മാരാണിവർ. അവർ രണ്ടും പരാജയപ്പെട്ടിടത്ത് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ വിജയത്തെക്കുറിച്ചാണ് ഈ 2 അധ്യായങ്ങളിലും അപ്പോസ്തലൻ വിവരിച്ചു പറയുന്നത്. മോശയുടെയും യോശുവയുടെയും പരാജയങ്ങളെക്കുറിച്ചൊന്നും അങ്ങനെ പരാമർശിക്കാതെ, അതായത് അവരെ ഇസ്രായേല്യരുടെ ദൃഷ്ടിയിൽ കൊച്ചാക്കാതെ തന്നെ നമ്മുടെ കർത്താവിൻ്റെ മഹത്വത്തെ, വ്യക്തിപ്രഭാവത്തെ, വ്യക്തിമാഹാത്മ്യത്തെ ഇവിടെ അപ്പോസ്തലൻ
വിളിച്ചോതുകയാണ്. സ്തോത്രം. അതിൽ നമ്മൾ യേശുവിൻ്റെ മഹത്വ വിഷയത്തിലേക്ക് വരുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് നമ്മൾ വിളിയെ സംബന്ധിച്ച് നോക്കിയായിരുന്നു. അതിൽ ഇന്നലെ രാത്രി നമ്മൾ നോക്കിയത് സ്വർഗീയ വിളിക്ക് ഓഹരിക്കാർ. ആരോടൊപ്പമാണ് നമ്മുടെ ഓഹരി? അതിൽ നമ്മൾ 3 കാര്യങ്ങൾ കണ്ടു. ഏറ്റവും ഒന്നാമത് ഓഹരി പഴയ നിയമ ഇസ്രായേല്യരോട്. അതിനുള്ള തെളിവുകളൊക്കെ നമ്മൾ കാണുകയുണ്ടായി. 2, സകല വിശുദ്ധന്മാരോടും കൂടെ. അതിനകത്ത് വലിപ്പച്ചെറുപ്പം, സീനിയോറിറ്റി ഒന്നുമില്ല. എല്ലാവർക്കും. സ്തോത്രം. അതിന് പത്രോസ് പറഞ്ഞ കാര്യം നമ്മൾ കേട്ടായിരുന്നു. ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക്. സ്തോത്രം. യൂദായും അത് തന്നെയാണ് പറയുന്നത്. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ച വിശ്വാസം. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ച വിശ്വാസം. പൗലോസ്ലീഹായും തൻ്റെ ജീവിതാന്ത്യത്തിൽ അത് തന്നെ പറയുന്നുണ്ട്. നല്ല പോര് പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനിയും എന്താ വെച്ചിരിക്കുന്നത്? നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. കണ്ടോ, ഞാൻ നീതിയുടെ കിരീടം പ്രാപിക്കാൻ പോവുക. എനിക്കത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് തരും. പക്ഷെ എനിക്ക് മാത്രമല്ല. സ്തോത്രം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വച്ച ഏവർക്കും. കണ്ടോ, അതിനകത്തിലും ഒരു ഉച്ചനീചത്വങ്ങളുമില്ല. വിതൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ. We are partakers with all the saints, whether that of the Old Testament or of the New Testament, including apostles Paul and Peter. സകല വിശുദ്ധന്മാരോടും കൂടെ നമുക്ക് കർത്താവ് പങ്കു തന്നു. സ്തോത്രം. എത്ര ഭാഗ്യകരമായ കാര്യം! എത്ര ഭാഗ്യകരമായ കാര്യം! സ്തോത്രം. അപ്പോൾ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ. ഇത്രയും കാര്യങ്ങളിൽ മറ്റെന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചാട്ടെ. ഇല്ലെങ്കിൽ നമുക്ക് മുൻപോട്ട് അടുത്ത വിഷയങ്ങളിലേക്ക് കടക്കാം. സ്തോത്രം. ഒന്നുമില്ല. ശരി, എങ്കിൽ നമുക്ക് ഇന്ന് മുതൽ അടുത്ത വിഷയം നോക്കാം. അതാണ് യേശുക്രിസ്തുവിൻ്റെ മാഹാത്മ്യം. The majesty of Christ, the personal glory of Jesus.
സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ വ്യക്തിപ്രഭാവത്തെക്കുറിച്ചാണ് നമുക്ക് ഇനിയും കാണുവാനായിട്ടുള്ളത്. സ്തോത്രം. പ്രൈസ് ഗോഡ്. അവിടെ കണ്ടോ, അപ്പോസ്തലൻ നമ്മോട് പറയുകയാണ്, ശ്രദ്ധിച്ചു നോക്കുവിൻ. സ്തോത്രം. ശ്രദ്ധിച്ചു നോക്കുവിൻ. കൺസിഡർ. എല്ലാ വേർഷൻസിലും അങ്ങനെയാണോ? കൺസിഡർ. ESV will consider. Pardon? In ESV, it's consider. Okay. Any other version? KJV-ലും consider. Okay. സ്തോത്രം. എനിക്ക് തോന്നുന്നു നമ്മുടെ ഏഷ്യയ്ക്ക് പുറത്തു നിന്നുള്ളവർക്ക് ജോയിൻ ചെയ്യാൻ ഇന്ന് സാധിക്കുന്നില്ല. അവരെല്ലാവരും ശ്രമിച്ചിട്ട് സാധിക്കുന്നില്ല എന്നും പറഞ്ഞ് മെസ്സേജ് അയച്ചിരിക്കുന്നു. എന്താണെന്നറിയില്ല. ആകട്ടെ, യേശുക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കേണ്ടതിന് ഇവിടെ നമ്മോട് ആവശ്യപ്പെടുകയാണ്. സ്തോത്രം. യേശുക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കുക. ഏതാണ്ട് എല്ലാ ഇംഗ്ലീഷ് വേർഷൻസിലും അങ്ങനെയാണ്. NIV-യിൽ ഫിക്സ് യുവർ തോട്ട്സ് ഓൺ ജീസസ്. ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷൻ NLT-യിൽ കൊടുത്തിരിക്കുന്നത് തിങ്ക് കെയർഫുള്ളി അബൌട്ട് ദിസ് ജീസസ്. തിങ്ക് കെയർഫുള്ളി അബൌട്ട് ദിസ് ജീസസ്. NLT-യിൽ കൊടുത്തിരിക്കുന്നത് ഈ യേശുവിനെ കുറിച്ച് വളരെ ശ്രദ്ധിച്ച് ചിന്തിക്കുക. ഫിക്സ് യുവർ തോട്ട്സ് ഓൺ ജീസസ്. നിങ്ങളുടെ ചിന്തകൾ മുഴുവനും എന്ന് വെച്ചാൽ ശ്രദ്ധ മുഴുവനും യേശു ക്രിസ്തുവിൽ കേന്ദ്രീകരിക്കുക. NIV-യിൽ പറയുന്നത്. സ്തോത്രം. ESV-യിൽ നമ്മൾ കേട്ടു, കൺസിഡർ ദിസ് ജീസസ്, കൺസിഡർ ജീസസ്. ബെറിയൻ സ്റ്റാൻഡേർഡ് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്, BSB ബെറിയൻ സ്റ്റാൻഡേർഡ് ബൈബിൾ കൊടുത്തിരിക്കുന്നത്, സെറ്റ് യുവർ ഫോക്കസ് ഓൺ ജീസസ്. സെറ്റ് യുവർ ഫോക്കസ് ഓൺ ജീസസ്. നിങ്ങളുടെ ഫോക്കസ് യേശു ക്രിസ്തുവിൽ കേന്ദ്രീകരിക്കുക. ബെറിയൻ ലിറ്ററൽ ബൈബിളിനകത്ത് കൊടുത്തിരിക്കുന്നത് കെയർഫുള്ളി കൺസിഡർ ജീസസ്. കെയർഫുള്ളി കൺസിഡർ ജീസസ്. KJV-യിലേത് നമ്മൾ കേട്ടു. NKJV-യിലും അത് തന്നെയാണ്. NASV-യിലും അങ്ങനെയൊക്കെ തന്നെയാണ്. സ്തോത്രം. ബാക്കിയുള്ള മിക്കതിലും കൺസിഡർ എന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ആംപ്ലിഫൈഡിലും അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. Therefore, holy brothers and sisters who share in the heavenly calling,
thoughtfully and attentively consider the apostle and high priest. Thoughtfully and attentively consider. സ്തോത്രം. അപ്പം ഏതാണ്ടൊക്കെ അതേ അർത്ഥം തന്നെയാണ് കുറേയേറെ വേർഷൻസിൽ നോക്കിയിട്ടും. സ്തോത്രം. അപ്പോൾ ഇവിടെ പറയുന്ന മലയാളത്തിൽ ശ്രദ്ധിച്ചു നോക്കുവിൻ, അല്ലേ? ശ്രദ്ധിച്ചു നോക്കുവിൻ. ഇവിടെ പറയുന്ന ഈ പദത്തിന്റെ അർത്ഥം, സ്തോത്രം, ഫിക്സ് യുവർ അറ്റൻഷൻ, ഫോക്കസ് യുവർ അറ്റൻഷൻ, ഫോക്കസ് യുവർ തോട്ട്സ്, ഫിക്സ് യുവർ മൈൻഡ്സ്. യേശുക്രിസ്തുവിൽ കേന്ദ്രീകരിച്ചുകൊണ്ട്. യേശുക്രിസ്തുവിനെ ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. നാം ഏറ്റുപറയുന്ന, സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശു. ആ യേശുവിനെ നാം എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? ഫിക്സ് അവർ അറ്റൻഷൻ. ആ യേശുവിൽ നമ്മുടെ ശ്രദ്ധ മുഴുവനും കൊണ്ട് കേന്ദ്രീകരിക്കണം. കാറ്റാനോയേൻ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദമാണ് ഇവിടെ. കാറ്റാനോയിയൻ, KATANOEIN, കാറ്റാനോയിയൻ. ഈ കാറ്റാനോയിയൻ എന്ന് പറഞ്ഞാൽ, സ്തോത്രം, ജസ്റ്റ് നോക്കുക എന്നോ കാണുക എന്നോ അല്ല. സ്തോത്രം. യോഹന്നാൻ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ച് പറയുന്ന ഭാഗം നമുക്കറിയാം. 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങളിൽ ഒന്ന് പരിചയമുള്ളതാണെങ്കിലും വായിച്ചാട്ടെ. ആദിമുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം. സ്തോത്രം. ഞങ്ങൾ കണ്ടതും പിന്നെ ഞങ്ങൾ നോക്കിയതുമായത്. കണ്ടോ? കണ്ടതും നോക്കിയതും തമ്മിൽ വ്യത്യാസം. കണ്ടു. ഈ കണ്ടു കഴിഞ്ഞിട്ട് എന്തിനാ നോക്കുന്നേ? കാണാൻ വേണ്ടി നോക്കിയതല്ല, കണ്ടതുകൊണ്ട് നോക്കിയതാ യോഹന്നാൻ. യോഹന്നാൻ മാത്രമല്ല, ഞങ്ങൾ എന്നാ പറയുന്നത്. ഞങ്ങൾ അപ്പോസ്തലന്മാരെ എല്ലാവരെയും കൂടെ ചേർത്തുകൊണ്ടാണ് ആ പ്രയോഗം. ഞങ്ങളുടെ കണ്ണ് കണ്ടു, ഞങ്ങൾ നോക്കി. ഇവിടെയും അതാണ് പറയുന്നത്, ശ്രദ്ധിച്ച് നോക്കുക. സ്തോത്രം. കാറ്റാനോയിയൻ. അത് വെറുതെ ഒന്ന് നോക്കാനല്ല, പിന്നെ അതിനകത്ത് എന്തൊക്കെ ഉള്ളടക്കം ചെയ്തിട്ടുണ്ടോ അതെല്ലാം അതിൻ്റെ പൂർണ്ണ അളവിൽ ഗ്രഹിക്കത്തക്കതുപോലെ, മനസ്സിലാക്കത്തക്കതുപോലെ ശ്രദ്ധിക്കുക എന്നാണ് അതിനർത്ഥം. ഈ കാറ്റാനോയിയന്റെ അർത്ഥമാണത്. സ്തോത്രം. ഫിക്സ് ദി അറ്റൻഷൻ ഓൺ സംതിങ് ഇൻ സച്ച് എ വേ that its inner meaning, the lesson that it is designed to teach, may be learned.
ഒരു വസ്തുവിനെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക എന്ന് പറഞ്ഞാൽ, അഥവാ ഈ കാറ്റാനോയേൻ എന്ന പദത്തിൻ്റെ അർത്ഥം ഒരു വസ്തു എന്തുദ്ദേശത്തിന് വേണ്ടിയാണോ നിർമ്മിച്ചത് ആ നിർമ്മാണ ഉദ്ദേശം മനസ്സ് പൂർണ്ണമായും ഗ്രഹിക്കുന്നത് പോലെ നാം ഒരു വസ്തുവിനെ ശ്രദ്ധിക്കുക. സ്തോത്രം. ഒരു കാര്യം, ഒരു വാക്ക്, ഒരു വാചകം നമ്മൾ കേട്ടാൽ ആ വാചകം പറഞ്ഞതിൻ്റെ പിൻപിലെ ഉദ്ദേശം എന്തെന്ന് നമ്മൾ ഗ്രഹിക്കണം. നമ്മൾ പറയത്തില്ലേ, നീ മനസ്സിൽ കാണുമ്പോൾ ഞാൻ മാനത്തെ കാണുമെന്ന്. ഇവിടേക്കാണെങ്കിൽ പറയും, പക്ഷി ഉടനെ സെ പഹലെ മാലൂം ഹൈ വോ കഹാൻ ജാക്കെ ബൈഠേഗാ. നീ എന്താ പറയാൻ വരുന്നതെന്ന് എനിക്ക് മനസ്സിലായടാ, നിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായി എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. ഒരു പക്ഷി ഇവിടെ നിന്നും പറന്നുയരുന്നതിന് മുമ്പ് തന്നെ അതെവിടെ ചെന്നിരിക്കുമെന്നറിയാം എന്ന് പറയുന്ന ഒരു പ്രയോഗം. എന്തിനാണത് പറഞ്ഞതെന്ന്. സ്തോത്രം. ഇന്ന് ഒരു സ്ഥലത്ത് ഒരാളിനോട് സംസാരിച്ചപ്പോൾ ആ ആള് പറഞ്ഞു, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എങ്ങനെയുണ്ട് ആത്മീയ ജീവിതമൊക്കെ. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ തുഴയുകയാ. സ്ട്രൈവിങ്, സ്ട്രെയിനിങ്, ട്രൈയിങ് സ്ട്രെന്യൂസ്ലി, വളരെ കഷ്ടപ്പെട്ട് ഇങ്ങനെ തുഴയുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ മറ്റൊരാളുണ്ടായിരുന്നു. ആളൊന്നും മിണ്ടിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാം കൂടെ ആ പറഞ്ഞയാള് ഒഴികെ ബാക്കി ഉണ്ടായിരുന്ന ഞങ്ങളെല്ലാവരും കൂടെ അവിടെ നിന്നും ഇങ്ങനെ ഇറങ്ങി യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന നേരത്തെ മിണ്ടാതെ ഇരുന്നയാള് പറഞ്ഞു, ആ പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചായിരുന്നോ പാസ്റ്റർ? എന്തിനാണ് ആ വാക്ക് അവിടെ അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന്, ഉപയോഗിച്ചതെന്ന് മനസ്സിലായോ? ഞാൻ കേട്ട് ഗ്രഹിച്ചതിനേക്കാൾ അല്പവും കൂടെ ആഴത്തിലും വ്യത്യസ്തവുമായിട്ടാണ് ആ പദത്തിൻ്റെ പ്രയോഗം അവിടെ നടത്തിയതെന്ന് ആ വ്യക്തിയുമായി കുറച്ചുകൂടെ അടുത്ത ആ മൂന്നാമത്തെ ആൾ എനിക്ക് പറഞ്ഞു തന്നു. ആളാരാ എന്തോന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുക, അതൊന്നും ചിന്തിക്കണ്ട, അതൊക്കെ വിട്ടേരെ. ആ പദപ്രയോഗം കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണെന്ന് കേട്ട എനിക്ക് അത്ര പിടികിട്ടിയില്ല. പക്ഷേ മറ്റൊരാൾക്ക് അത് മനസ്സിലായി. വേദപുസ്തക വ്യാഖ്യാനത്തിലും ഇത് തന്നെയാണ് ഒരു തത്വം. ബൈബിൾ വ്യാഖ്യാനിക്കുമ്പോൾ ബൈബിൾ പഠിക്കുന്നയാൾ ചോദിക്കേണ്ടത്, വാട്ട് ഡസ് ദ ഓഥർ, ദ റൈറ്റർ മീൻ ഫ്രം ദിസ്? ഈ പ്രയോഗത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ വാക്കിൽ നിന്ന് എഴുത്തുകാരൻ എന്താണ് ഉദ്ദേശിച്ചത്? പല സമയത്തും ഞങ്ങളുടെയൊക്കെ വ്യാഖ്യാനങ്ങൾ
എഴുത്തുകാരൻ ഉദ്ദേശിച്ചതുമായിട്ടൊന്നും ബന്ധം കാണത്തില്ല. നമ്മുടെ ശുശ്രൂഷകന്മാരുടെ പ്രസംഗകരുടെ പ്രസംഗം പാളിപ്പോകുന്നത് അപ്പോഴാണ്. ജനം കൈയടിച്ചൊക്കെ സ്വീകരിച്ച് കാണും, പക്ഷേ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ആ സന്ദേശം പരാജയമാണ്. കാരണം വേദപുസ്തകത്തിൽ ഉദ്ദേശിച്ചത് നമ്മൾ അവിടെ പറഞ്ഞില്ല ജനത്തിനോട്. ഇവിടെ ശ്രദ്ധിച്ച് നോക്കുക. സ്തോത്രം. കാറ്റാനോയ്യൻ ആരെയാ നമുക്ക് നോക്കേണ്ടത്? യേശുവിനെ. സ്തോത്രം. യേശുവിനെ. അപ്പൊ യേശുവിനെ എങ്ങനെ നോക്കണം? യേശു എന്തിനാണോ ഭൂമിയിൽ മനുഷ്യനായി പിറന്നത്, അതിൻ്റെ പിൻപിലെ ദൈവോദ്ദേശം എന്തെന്ന് മനസ്സിലാകത്തക്കതുപോലെ യേശുവിനെ നോക്കണം. നാം ഇന്ന് കാണുന്നത് പോലെ യേശുവിനെ കണ്ടാൽ പോരാ. നാം കാണേണ്ടതുപോലെ കാണണം. നാം കാണണമെന്ന് ദൈവം ആഗ്രഹിച്ചത് നമ്മൾ കാണുന്നത് പോലെ നോക്കണം. മനസ്സിലാക്കാൻ പ്രയാസമൊന്നുമില്ലല്ലോ. സ്തോത്രം. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ എന്തിനാണോ മനുഷ്യവേഷത്തിൽ ഭൂമിയിലേക്ക് അയച്ചത്, ആ ഉദ്ദേശം നമ്മൾ ശരിയാവണ്ണം തിരിച്ചറിയത്തക്കതുപോലെ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കണം. യേശുവിനെ ശ്രദ്ധിച്ച് നോക്കണം. സ്തോത്രം. ലൂക്കോസ് 12:24 കൂടെ. ലൂക്ക് 12:24. കാക്കയെ നോക്കുവിൻ, അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അതിന് പാണ്ടികശാലയും കളപ്പുരയും ഇല്ല, എങ്കിലും ദൈവം അതിനെ പുലർത്തുന്നു. യേശു അവിടെ ഉപയോഗിക്കുന്നതും ഇതേ പ്രയോഗമാണ്. കാക്കകളെ അല്ലെങ്കിൽ കാക്കയെ, അല്ലെ പക്ഷികളെ എന്നർത്ഥം, പറവകളെ. മത്തായി 6-ാമത്തെ അധ്യായത്തിലും നമുക്ക് ഏതാണ്ട് സമാനമായ പ്രയോഗം കാണാം. നമ്മൾ ഗിരിപ്രഭാഷണത്തിൽ അക്കാര്യം പഠിച്ചിട്ടുമുണ്ട്. കാക്കയെ അല്ലെങ്കിൽ പറവയെ അല്ലെങ്കിൽ വയലിലെ പൂവിനെ, താമരയെ ഒക്കെ നോക്കുവീൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് തന്നെയാണ് അർത്ഥം. നോക്കാൻ പുറത്തുപോയി ഞാൻ നോക്കിയിട്ട് വന്നു എന്ന് പറയാനാണോ? ഞാൻ കാക്കയെ കണ്ടു, ഇതാണോ അർത്ഥം? അല്ല. അങ്ങനെയേ നമ്മൾ മനസ്സിലാക്കത്തുള്ളായിരുന്നു. അതുകൊണ്ട് യേശു കർത്താവ് തന്നെ അവിടെ പറയുന്നു, കാക്കയെ നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് കാണാം? അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, പാണ്ടികശാലയിൽ കൂട്ടിവെക്കുന്നതുമില്ല. അത്രേ ഉള്ളോ? അല്ല, ദൈവം അതിനെ പുലർത്തുന്നു. അത്രേ ഉള്ളോ? ആ പർവ്വജാതികളെക്കാൾ നിങ്ങൾ എത്ര വിശേഷതയുള്ളവർ. അതുകൊണ്ട് ഒരു കാര്യം കൂടെ ഉണ്ട് അതിനകത്ത്. വിചാരപ്പെടരുത്. പിന്നെ വിചാരപ്പെടുന്നതിനാൽ തന്റെ നീളത്തിൽ ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? എന്ന് വെച്ചാൽ ഇങ്ങനെ വിതയ്ക്കാത്ത, കൊയ്യാത്ത, കളപ്പുരയിൽ അല്ലെങ്കിൽ പാണ്ടികശാലയിൽ കൂട്ടിവെക്കാത്ത, ആത്മാവില്ലാത്ത ഈ പറവജാതികൾ
പട്ടിണി കിടക്കുന്നില്ല. മത്തായി 6-ാം അധ്യായത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ പുലർത്തുന്നു. എങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം. അപ്പൊ കാക്കയെ നോക്കാനേ യേശു പറഞ്ഞുള്ളൂ. ആ കാക്കയെ നോക്കാൻ യേശു പറഞ്ഞതിൻ്റെ പിൻപിലെ സന്ദേശങ്ങൾ കണ്ടോ? കാക്കയെ നോക്കിയാൽ അതിൻ്റെ നിറം കറുത്തതാണ്, 2 കാലുണ്ട്, എത്ര വിരൽ, ഇതൊന്നും അല്ല അവിടെ നോക്കാൻ പറഞ്ഞതിൻ്റെ സാരം. അതിനകത്ത് അന്തർലീനമായിരിക്കുന്ന എന്തോ ഒരു ആത്മീയ പാഠം ആഴത്തിൽ മനസ്സിലാക്കത്തക്കതുപോലെ നോക്കിക്കാണുക എന്നാണ് അർത്ഥം. ഇന്നും നമ്മൾ ഒരു പക്ഷിയെ കണ്ടാൽ ഇത് ഓർമ്മ വരണം. കാക്കയോ തത്തയോ ഏതുമാകട്ടെ, ഇതാണ് നോക്കുക എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ യേശുവിനെ നോക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. എന്താണ് യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചതിലൂടെ പിതാവായ ദൈവം ഉദ്ദേശിച്ചത്? അത് നമ്മൾ മനസ്സിലാക്കത്തക്കതുപോലെ യേശുവിനെ നോക്കുക. അത് മനസ്സിലാകത്തക്കതുപോലെ യേശുവിനെ നോക്കുക. അപ്പോൾ യേശുവിനെ നാം നോക്കിയാൽ, സ്തോത്രം, നമുക്ക് എന്തൊക്കെയോ മനസ്സിലാകും അല്ലേ? മനസ്സിലാക്കണം. സ്തോത്രം. അതിനു പറയുന്നു ഏത് യേശുവിനെയാണ് നോക്കേണ്ടത്. ആ യേശുവിൻ്റെ പ്രത്യേകതകളുണ്ട്. സ്തോത്രം. അപ്പോൾ യേശു ക്രിസ്തുവിനെ നമ്മൾ ഇതുപോലെ നോക്കണം. വാട്ട് ക്യാൻ ഐ ലേൺ ഫ്രം ഹിം? What lessons his very life, his very personality teach me about? സ്തോത്രം. യേശുവിൻ്റെ ആളത്വം എന്നെ എന്താണ് പഠിപ്പിക്കുന്നത്? എന്താണ് എന്നെ മനസ്സിലാക്കിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്? അത് നമ്മൾ നോക്കണം, അത് നമ്മൾ ഗ്രഹിക്കണം. യേശുവിൻ്റെ ആളത്വത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന പാഠങ്ങളുണ്ട്. There are very many precious lessons we learn from the person of Jesus Christ. Person of Jesus Christ. സ്തോത്രം. യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് ദൈവം അയച്ചതിൻ്റെ നമ്മളേതാണ്ടൊരു 4 പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. യേശുവിൻ്റെ ജഡധാരണത്തിൻ്റെ 15 ലക്ഷ്യങ്ങൾ 2-ാം അധ്യായത്തിൽ നിന്നും നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞും നാം ചില പാഠങ്ങൾ അതേ സംബന്ധിച്ച് മനസ്സിലാക്കി. സ്തോത്രം. ഓർമ്മയുണ്ടോ? ആത്യന്തികമായും നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ച 4 ഉദ്ദേശങ്ങൾ. അടുത്ത 15 ഈ എബ്രായലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9 മുതൽ ഉള്ള വാക്യങ്ങളിൽ നിന്നായിരുന്നു. അതല്ല ഇവിടെ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്.
പകരം ഏറ്റവും ആദ്യം നമ്മൾ പഠിച്ചിരുന്നതാണ് ദൈവം മരിക്കുവാൻ വേണ്ടി എന്ന് പറഞ്ഞ തുടങ്ങിയ അതാണോ? അല്ല 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 അത് എബ്രായർ 2-ാം അധ്യായത്തിലുള്ള 15 കാര്യങ്ങളാണ്. അതല്ല. പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ. അതെ 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 അങ്ങനെയുള്ള 4 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് പിതാവായ ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി തരിക. രണ്ടാമത്തേത് മനുഷ്യൻ എന്താകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുവോ അതായിത്തീരാൻ. ഓക്കെ. 3 മ്യൂട്ടാ സുജ മ്യൂട്ടാ പറയുകയാണെങ്കിൽ. സ്തോത്രം. ഒത്തിരി നാളെ പറഞ്ഞോ. മനുഷ്യൻ എന്തായി തീരാനായിട്ട് കഴിയും എന്നുള്ള ഓക്കെ. അതിനു വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു നൽകി തരാൻ തരിക. വേണ്ടി. 1, 3, 4 വലിയ കുഴപ്പം. രണ്ടാമത്തതിൽ ഒരു പ്രധാന ഒരു തിരിവുണ്ട്. മനുഷ്യൻ എന്താകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. മനുഷ്യൻ എന്തായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചിരുന്നുവോ, ഇങ്ങനെയാണ് ദൈവം നിങ്ങളെക്കുറിച്ച് ഉദ്ദേശിച്ചതെന്ന് യേശു അങ്ങ് ജീവിച്ച് കാണിച്ചു. അതാണ് രണ്ടാമത്തേത്. ആ പ്രധാനപ്പെട്ട 4 ലക്ഷ്യങ്ങളായിട്ട് നമ്മൾ പഠിച്ചത്, 1, ടു റിവീൽ ഗോഡ്. യോഹന്നാൻ 1:18 പറയുന്നത് പോലെ പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തുക. ദൈവത്തെക്കുറിച്ച് ഒത്തിരി വികലമായ ചിന്താഗതികളൊക്കെ പലർക്കുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ദൈവം ആയിരിക്കുന്ന അതേ അവസ്ഥയിൽ ദൈവത്തെ വെളിപ്പെടുത്തുക. നമുക്ക് ഇപ്പോൾ അത് വേണ്ടതല്ല, അതുകൊണ്ട് അത് വിടുന്നു. രണ്ടാമത്തേതാണ് ടു റിവീൽ വാട്ട് God intended man to be, to prove, to manifest, or to establish what God originally intended man to be. മനുഷ്യൻ എന്ത് ആയിരിക്കണം അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കണമെന്ന് സൃഷ്ടിയുടെ ആരംഭത്തിൽ ദൈവം ആഗ്രഹിച്ചുവോ അത് എങ്ങനെയെന്ന് വെളിപ്പെടുത്തുക. അത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഇപ്പോഴത്തെ വിഷയത്തോടനുബന്ധിച്ച്. മാനിഫെസ്റ്റിംഗ് ഗോഡ്സ് ഒറിജിനൽ ഇന്റൻഷൻ ഫോർ യു ആൻഡ് മീ. നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം, നമുക്ക് വേണ്ടി, നമുക്കെന്ന് പറഞ്ഞാൽ മനുഷ്യജാതിക്കെന്നർത്ഥം, മനുഷ്യജാതിക്ക് വേണ്ടി സ്രഷ്ടാവായ ദൈവം സൃഷ്ടിയുടെ ആരംഭത്തിങ്കൽ ഉദ്ദേശിച്ചിരുന്നത് എന്താണെന്ന്, അല്ലെങ്കിൽ മനുഷ്യൻ എങ്ങനെ ആയിരിക്കണമായിരുന്നു എന്ന് യേശു നമുക്ക് വെളിപ്പെടുത്തി. ദൈവത്തിൻ്റെ തനതായ പദ്ധതിയിൽ മനുഷ്യൻ എന്തായിരിക്കണമായിരുന്നു എന്ന് ദൈവം ആഗ്രഹിച്ചുവോ അത് ഇങ്ങനെയായിരുന്നുവെന്ന് യേശു അങ്ങോട്ട് വെളിപ്പെടുത്തി. സ്തോത്രം. അപ്പോൾ നമ്മൾ യേശുവിനെ നോക്കിയാൽ നമ്മുടെ മനസ്സ് എവിടേക്ക് പോകും? ദ പ്രീ-ഫോൾ ഏഡൻ, മനുഷ്യന് വീഴ്ച ഭവിക്കുന്നതിന് മുമ്പുള്ള ഏദനിലേക്ക്, പാപം ലോകത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ഏദനിലേക്ക്, മരണം ജീവനിൽ കടക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന ഏദനിലേക്ക്. സ്തോത്രം.
അപ്പൊ ദൈവം ഇങ്ങനൊക്കെ ഞാനും ആയിരിക്കണമെന്നായിരുന്നു ആഗ്രഹിച്ചതല്ലേ എന്ന ഒരു ചിന്ത നമ്മുടെ അകത്ത് വരും. കൂടെ വരുന്നുണ്ടല്ലോ. ഓ, ഇങ്ങനെയൊക്കെയായിരുന്നു. യേശുവിനെ കണ്ടിട്ട് നമുക്ക് എപ്പോഴേലും അങ്ങനെ തോന്നിയോ? സ്തോത്രം. യേശുവിനെ നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ടല്ലോ. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, പിന്നെ എബ്രായ ലേഖനം, പിന്നെ അപ്പോസ്തല പ്രവൃത്തികൾ ചിലയിടത്തൊക്കെ, ഇവിടൊക്കെ നമ്മൾ യേശുവിനെ കാണുന്നുണ്ട്. നമ്മൾ കണ്ടതാ അല്ലേ? നോക്കി കണ്ടതാ. പക്ഷെ നോക്കി കണ്ടപ്പോഴെപ്പോഴെങ്കിലും നമുക്ക് തോന്നിയോ, ഓ, ഇങ്ങനായിരുന്നു എന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിച്ചിരുന്നു അല്ലേ? ആ ഗൗരവമേറിയ ചിന്ത നമ്മൾ എപ്പോഴേലും വന്നോ? സ്തോത്രം. Oh, this was what God intended for me too. Oh. Have you ever talked to God? Lord, this was your intention for me. Wonderful. Amazing. Very majestic. Oh, this was your plan for me. ഇതായിരുന്നു അങ്ങേക്ക് എന്നെക്കുറിച്ചുള്ള പദ്ധതി അല്ലേ? ഞാൻ ഇങ്ങനെ ആയിരിക്കണമെന്ന്. ഹോ, ഞാൻ ഇപ്പോൾ എവിടെ ആയിരിക്കുന്നു? ഞാൻ ഇതിൽ നിന്നും എന്തുമാത്രം അകന്നാണായിരിക്കുന്നത്? സ്തോത്രം. എപ്പോഴെങ്കിലും നമ്മൾ കർത്താവിനെ ഇങ്ങനെയൊന്ന് നോക്കിയിട്ട് ഈ ഒരു ചിന്ത നമ്മിലേക്ക് വന്നാൽ, സ്തോത്രം, പ്രൈസ് ഗോഡ്. അപ്പൊ യേശുക്രിസ്തുവിനെ ദൈവം ഭൂമിയിലേക്ക് അയച്ച, അല്ലെങ്കിൽ യേശുക്രിസ്തു ജഡമെടുത്തതിൻ്റെ ഉദ്ദേശം പൊതുവായിട്ട് നമ്മൾ കാണുകയാണ്. മൂന്നാമത്തേതാണ് നമ്മളിപ്പോൾ പറഞ്ഞു വിട്ടത്. എന്താണ്? ടു പ്രൂവ് ഓർ ടു മാനിഫെസ്റ്റ് വാട്ട് എ മാൻ ക്യാൻ ബിക്കം. ഒരു മനുഷ്യന് എന്തായി തീരുവാൻ കഴിയും എന്ന് വെളിപ്പെടുത്തുക. രണ്ടാമത്തേത്, ദൈവം എന്താണോ മനുഷ്യനെ കുറിച്ച് ഉദ്ദേശിച്ചിരുന്നത് എന്ന്. സ്തോത്രം. രണ്ടാമത്തേത്, മനുഷ്യന് എന്തായിത്തീരാൻ, എങ്ങനെയായിത്തീരാൻ സാധിക്കും എന്ന് വെളിപ്പെടുത്തുക. അവിടെയാണ് വീണ്ടും നമ്മുടെ പഴയ ചോദ്യം ആവർത്തിക്കുന്നത്. എന്തുവാ? യേശുവിനെ നോക്കിയിട്ട് ഇങ്ങനൊക്കെ എനിക്കും ആകാൻ പറ്റുമല്ലേ? സ്തോത്രം. എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ചിന്തയും ആഗ്രഹവും നമ്മുടെ അകത്തുണ്ടായിട്ടുണ്ടോ? സ്തോത്രം. യേശുവെ പോലെ ആകുവാൻ എന്ന പാട്ടൊക്കെ നമ്മൾ പല പ്രാവശ്യം പാടിയിട്ടുണ്ടാകാം. ചിലപ്പോൾ വല്ല ടാലന്റ് ടെസ്റ്റിന് പാടി സമ്മാനവും മേടിച്ച് കാണും. പക്ഷേ ഈ ഭൂമിയിൽ നമ്മെപ്പോലെ ജനിച്ച് ജീവിച്ച യേശുക്രിസ്തുവിൻ്റെ ജീവിതചര്യ നോക്കിയിട്ട്, സ്തോത്രം, ജീവിതചര്യ നോക്കിയിട്ട് എനിക്കും ഇങ്ങനെയാകാൻ സാധിക്കും അല്ലേ എന്ന ഒരു വെല്ലുവിളി, ആ ഒരു ഉൾവിളി, അത് കൈവക്കണ്ട, നമ്മൾ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? സ്തോത്രം.
ഉണ്ടായിട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു ഉൾവിളി ഉണ്ടാകുന്നത് വരെ യേശുവിങ്കൽ കണ്ണും പൂട്ടി ഇരിക്കാനാ പറഞ്ഞേക്കുന്നത്. സ്തോത്രം. മനസ്സിലായോ? അങ്ങനത്തെ ഒരു ആശയം നമ്മുടെ ഉള്ളിൽ ജനിക്കും വരെ നാം യേശുക്രിസ്തുവിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കാൻ, വേറെ എങ്ങും നമ്മുടെ ശ്രദ്ധ പോകാതെ യേശുവിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാൻ. എപ്പോൾ വരെ? ഈ രണ്ട് ചിന്താഗതികൾ വളരെ ആഴത്തിൽ നമ്മുടെ ഉള്ളിൽ ഉരുവാകും വരെ. സ്തോത്രം. അതാണ് പറഞ്ഞത്, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ, അഹരോനെ അല്ലേ, അഹരോനെ നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ അഹരോനെയാണോ? യേശുവിനെ. അഹരോനെയൊക്കെ നോക്കാൻ അറിഞ്ഞെങ്കിൽ സംഭവം എളുപ്പമല്ലായിരുന്നു. അധികം ഒന്നും പഠിക്കാനില്ല നമുക്ക്. സ്തോത്രം. എന്നാൽ യേശു അങ്ങനെയല്ല. പിന്നെ ആ ഉദ്ദേശത്തിലെ 4-ാമത്തെ കാര്യമാണ്, നാം ഇങ്ങനെ ദൈവഹിതപ്രകാരമായി തീരുന്നതിന് വേണ്ടി എന്തൊക്കെ നമുക്ക് ആവശ്യമുണ്ടോ അതൊക്കെ നൽകി തരിക. അത് ക്രൂശുമരണവുമായി ബന്ധപ്പെട്ടതാണ്. ക്രൂശുമരണമുണ്ട്, ദൈവവചനമുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, പ്രത്യാശയുണ്ട്, അങ്ങനെയുള്ള പലതുമുണ്ട്. അതെല്ലാം കർത്താവ് നമുക്ക് നൽകി തന്നു. അതുകൊണ്ട് അതും നമ്മൾ അങ്ങോട്ട് മാറ്റിവെക്കുന്നു. യേശുവിനെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ഈ പാഠങ്ങൾ പഠിക്കുവോളം നോക്കുക. Look unto Jesus, fix our eyes on Jesus Christ, that we may be challenged to live a Christ-like life, knowing that this was God's original intention for me. Seeing Jesus, we should understand this was the original intention for me, God's original intention for me, and therefore I should become. എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ മനുഷ്യൻ എന്ന നിലയിലെ ഏറ്റവും ആത്യന്തികമായ ഉദ്ദേശം ഇതായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ് അതിൻ പ്രകാരമാകാൻ എനിക്ക് സാധിക്കും എന്ന തിരിച്ചറിവോടെ അതിനുവേണ്ടി എന്തൊക്കെ കർത്താവ് തൻ്റെ ജനനത്താലും വിശേഷാൽ ക്രൂശുമരണത്താലും ഉയർത്തെഴുന്നേൽപ്പിനാലും സ്വർഗാരോഹണത്താലും സാധ്യമാക്കിയോ അതെല്ലാം സ്വായത്തമാക്കി ഉപയോഗിച്ചുകൊണ്ട് ക്രിസ്തുവിനെ പോലെ ആകാനുള്ള ഒരു സമർപ്പണത്തിലേക്ക് എത്തുകയാണ് നമുക്കിന്ന് ആവശ്യം. സ്തോത്രം. യേശുവിൻ്റെ ജീവിതം നമ്മെ പുളകമണിയിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, അത് നമ്മെ വെല്ലുവിളിക്കുക കൂടെ ചെയ്യണം. സ്തോത്രം. Jesus' life should not only be an excitement for us, but rather a challenge. സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളും ഒക്കെ നമ്മളെ അങ്ങ് ആഹ്ലാദ ചിത്തരാക്കുകയല്ല വേണ്ടത്.
ആഹ്ലാദം വേണ്ടെന്നല്ലേ പറഞ്ഞു കേട്ടോ, തെറ്റിദ്ധരിക്കരുത് അങ്ങനെ. സ്തോത്രം. പിന്നെ യേശുവിൻ്റെ ജീവിതം നമുക്ക് വെല്ലുവിളിയായി മാറണം. നോട്ട് ഓൺലി ആൻ എക്സൈറ്റ്മെന്റ്, ബട്ട് ഇറ്റ് ഷുഡ് ബിക്കം എ ചാലഞ്ച്. എ ചാലഞ്ച്. നമുക്കങ്ങനെ യേശുവിൻ്റെ ജീവിതം ഒരു വെല്ലുവിളിയായി തോന്നിയിട്ടുണ്ടോ ഇതുവരെ? ഉണ്ടാകാതിരിക്കാൻ സാധ്യതയില്ല. ചിലർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാകും അങ്ങനെ. വെറുമൊരു ഉത്സാഹഭരിതരാക്കുകയല്ല, വൈകാരികമായി എന്നെങ്കിലും ഒരു തീരുമാനത്തിലേക്കൊന്നും എത്തിക്കുകയല്ല. പകരം യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയിട്ട് യാഥാർത്ഥ്യബോധത്തോടെ നാം യേശുവിനെ പോലെ ആകുവാൻ സമർപ്പിതരായിത്തീരുക. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണോ? എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഒന്നുമില്ല. അപ്പോൾ നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. സ്തോത്രം. ശ്രദ്ധിച്ചു നോക്കുക. ഈ യേശുവിനെ എവിടെ കാണാം? നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം, ശരി, നോക്കാം. പക്ഷെ എവിടെ കിട്ടും ഒന്ന് കാണാൻ? കമോൺ പ്ലീസ്, വന്നാട്ടെ. Scriptures. യെസ്, വചനത്തിൽ, സ്ക്രിപ്ചേഴ്സ്. ഇവിടെയാണ് നമുക്ക് യേശുവിനെ ഏറ്റവും കൂടുതൽ കിട്ടുക. അനുഭവങ്ങളെപ്പോലും എല്ലാം വിശ്വസിക്കരുത് കേട്ടോ. സ്വന്തം അനുഭവങ്ങളെപ്പോലും മുഴുവനും വിശ്വസിക്കരുത്. കാരണം അനുഭവങ്ങൾ നമുക്ക് പൂർണ്ണമായും നമ്പുവാൻ കഴിയുന്ന കാര്യങ്ങളല്ല. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ദൈവത്തിൻ്റെ വചനം, എഴുതപ്പെട്ട വചനം അനുഭവങ്ങൾക്കും അതീതമാണെന്ന്. We have already seen the literal written word is far, far above even our own experiences. നമ്മുടെ അനുഭവങ്ങൾക്കും വളരെ 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 മുകളിലാണ് ദൈവവചനത്തിൻ്റെ സ്ഥാനം. അതുകൊണ്ട് നമുക്ക് തിരുവെഴുത്തുകൾ പഠിച്ചാൽ ആരെ കാണാം? യേശുവിനെ കാണാം. സ്തോത്രം. നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ചതാ. 1 കൊരിന്ത്യർ ലേഖനം 15:3 വാക്യം. 1 Corinthians 15:3. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. സ്തോത്രം. പൗലോസ് പറയുക, ക്രിസ്തു തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം മുതൽ നാം ഇങ്ങോട്ട് വായിച്ചാൽ
അവിടെയെല്ലാം നമുക്ക് കാണാൻ കഴിയുന്ന മഹത് വ്യക്തിത്വം നമ്മുടെ കർത്താവ് യേശുവ. സ്തോത്രം. എന്തെല്ലാം സാദൃശ്യങ്ങളിൽ, എന്തെല്ലാം പ്രവചനങ്ങളായി. സ്തോത്രം. In very many analogies, quotations and all, we see Jesus Christ in the scriptures. നാം ദൈവത്തിൻ്റെ വചനം വായിക്കുന്നത് അധികവും ആരെ കാണാൻ വേണ്ടി ആകട്ടെ? യേശുവിനെ. സ്തോത്രം. എവിടെ ചെന്നാലും നമുക്ക് യേശുവിനെ കാണാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു, ഈ മഴയൊക്കെ വന്ന് എർത്തിങ്ങും കാര്യങ്ങളും ഒക്കെ ലീക്കായിട്ട് കിടക്കുന്ന ഒരു വീടിൻ്റെ എവിടെ തൊട്ടാലും കറണ്ട് അടിക്കും. കിച്ചണിലും ബെഡ്റൂമിലും എല്ലായിടത്തും. എന്നതുപോലെ നമുക്ക് തിരുവെഴുത്തിൻ്റെ ഏതൊക്കെ മുക്കിലും മൂലയിലും തപ്പിയാലും ആരെയാ കിട്ടുക? സ്തോത്രം. പ്രൈസ് ഗോഡ്. മശിഹാമയമാണ് തിരുവെഴുത്ത്. ആ തിരുവെഴുത്തുകളിലൂടെ നമുക്ക് വെറും ഒരു ഓട്ടപ്രദക്ഷിണമല്ല, നമുക്കതിൽ വളരെ ആഴത്തിൽ, സ്തോത്രം, വേരൂന്നിക്കൊണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി യേശുവിനെ പോലെ ആകാനുള്ള ഒരു ഭയങ്കരമായ വാഞ്ച നമ്മളുണ്ടാകണം. അതിന് നമുക്ക് യേശുവിനെ എന്ത് ചെയ്യാം? ശ്രദ്ധിച്ചു നോക്കാം. സ്തോത്രം. യേശുക്രിസ്തു പെസഹ കുഞ്ഞാടായി നമുക്ക് വേണ്ടി ഇറക്കപ്പെടുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, യഹൂദന്മാരുടെ മത കലണ്ടറിലെ ആദ്യ മാസം, സ്തോത്രം, 10-ാം തീയതി ഒരു കുഞ്ഞാടിനെ എടുക്കുന്നു ഓരോ കുടുംബവും. 4 ദിവസം വീട്ടിൽ അതിനെ നിർത്തി സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയപ്പെടുത്തുന്നു. സ്തോത്രം. റബ്ബിമാര് വന്നെല്ലാം പരിശോധിച്ചിട്ട് ടെസ്റ്റ് പാസ്സായ. സ്തോത്രം. ഒക്കെ പാസ്സായി എന്ന് പറഞ്ഞു വിടുക. അതല്ലല്ലോ, പിന്നെന്താ? ടെസ്റ്റ് പാസ്സായി കുഞ്ഞാട് എങ്കിൽ അതിൻ്റെ അർത്ഥം 4 ദിവസം കഴിഞ്ഞ് ഛേദിക്കപ്പെടാൻ യോഗ്യം. യേശുവും അതുപോലെ തന്നെയാണ്. സിയോൻ രാജാവായി കഴുതക്കുട്ടിപ്പുറത്ത് കയറി യെരുശലേം എന്ന രാജനഗരിയിലേക്ക് പ്രവേശിക്കുന്നു. അടുത്ത ദിവസങ്ങളൊക്കെ മതപുരോഹിതന്മാർക്ക് തന്നെ അടുത്ത് പരിശോധിക്കത്തക്കതുപോലെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. അതിൻ്റെ ക്ലൈമാക്സ് ആണ്, അതിൻ്റെ പരമകാഷ്ഠയാണ് നാം പീലാത്തോസിൻ്റെ അടുക്കലും ഹെരോദാവിൻ്റെ അടുക്കലും കാണുന്നത്. തിരിച്ചും മറിച്ചും ഒക്കെ നോക്കിയിട്ട് പറഞ്ഞു, ഇവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല. സ്തോത്രം. എന്ന് വെച്ചാൽ
ഊനമില്ലാത്ത ഒരു ദൈവ കുഞ്ഞാടാണ്. അറക്കാം. അവർ ഊനമില്ലെന്ന് പറഞ്ഞ് കൊല്ലപ്പെടാൻ ഏൽപ്പിച്ചു. അവർ യേശുവിനെ കയ്യേറ്റു. സ്തോത്രം. യേശുവിനെ അവർ കയ്യേറ്റു. ഇനി നമ്മളിലേക്ക് വന്നാലോ? നമ്മൾ യേശുവിനെ അടുത്ത് എന്നൊന്ന് പരിശോധിച്ചാൽ കുറവുകൾ വല്ലതും കണ്ടെത്തുമോ? ഇല്ല. അന്ന് ശത്രുക്കളായ മഹാപുരോഹിതന്മാരും എല്ലാവരും കൂടെ ശ്രമിച്ചു. അത് കഴിഞ്ഞിട്ട് ഇണങ്ങിയും പിണങ്ങിയും ഹെരോദാവും പീലാത്തോസും ഒക്കെ കൂടെ ശ്രമിച്ചു. ഒരു തെറ്റും കണ്ടില്ല, ക്രൂശിക്കാൻ ഏൽപ്പിച്ചു. നമ്മൾ പരിശോധിച്ചാലും നമുക്കും ഒരു തെറ്റും കാണാൻ കഴിയില്ല. പക്ഷേ പിന്നെ നമ്മൾ ക്രൂശിക്കാൻ ഏൽപ്പിക്കുകയാണോ? അല്ല. പിന്നെന്താ? ഗുരുവേ, അങ്ങിൽ ഒരു തെറ്റുമില്ലാതിരുന്നിട്ടും, സ്തോത്രം, ഒരു തെറ്റും ഇല്ലാതിരുന്നിട്ടും അങ്ങ് ക്രൂരമായ പീഡകളേറ്റ് ക്രൂശിൽ മരിക്കുവാൻ അങ്ങയെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ അതേ ഭാവമുള്ളവരായി ഞങ്ങളും തീരേണ്ടതിന് ഒരുക്കണമേ എന്ന സമർപ്പണത്തോടെ നമുക്ക് തിരുപ്പാദങ്ങളിലായിരിക്കാം. നമ്മൾ സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തോലനും മഹാപുരോഹിതനും ആയ യേശു നാം ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് യേശുവിൻ്റെ മാഹാത്മ്യം കാണാം. അത് നമ്മെ വെറും എക്സൈറ്റ്മെന്റിലേക്ക്, ഒരു അനുഭൂതിയിലേക്ക് കൊണ്ടുപോവുക മാത്രമല്ല, അത് നമ്മളെ ആഴമേറിയ സമർപ്പണത്തിലേക്ക് നടത്തും. സ്തോത്രം. യേശുവിനെ പോലെ ആകാനുള്ള വാഞ്ചയിലേക്ക് നടത്തും. യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ പൂർണ്ണമായും ആശ്രയിക്കുവാൻ. സ്തോത്രം. അങ്ങനെ നമുക്ക് നമ്മുടെ കർത്താവിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. സ്തോത്രം. ആ കാഴ്ച നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതാകട്ടെ, വെല്ലുവിളിക്കുന്നതാകട്ടെ. അതിനായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ബാക്കി ഭാഗത്തേക്ക് കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നാളെ എത്താം. മാരാനാഥ.